ഹായ് ഡിയേഴ്സ്, എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യുക. അതായത് 2020 കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ ശേഷം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായി യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ നിശ്ചിത സമയത്തിനകം സമർപ്പിക്കാത്ത എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നവർക്ക് വേണ്ടി സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ സർക്കാർ ഉത്തരവായിട്ടുണ്ട്. പുതുതായി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷണറെ അറിയിക്കാൻ സാധിക്കാത്ത വന്ന വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം കൂടി സർക്കാർ തരികയാണ്. അവർക്കൊരു സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ്. അതിനുവേണ്ടി അവരുടെ യോഗ്യതാ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. ഇപ്പൊ കേരളത്തിലെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകൾ, സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഒഴിവുകളിലേക്കാണ് സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിൽ നിന്നും അലോട്ട്മെന്റ് നടത്തുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളും സർക്കാരിന്റെ കൺട്രോളിലുള്ള സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലേക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തുന്നത്. ഇപ്പൊ പ്രിയ വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ അവരുടെ +2 പരീക്ഷയുടെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക് cee.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ സമർപ്പിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്തവർക്ക് കമ്പ്യൂട്ടർ സയൻസിന്റെയും കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ടില്ലാത്തവർക്ക് ബയോടെക്നോളജിയുടെയും കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി എന്നിവ പഠിച്ചിട്ടില്ലാത്തവർക്ക് ബയോളജിയുടെയും മാർക്ക് പരിഗണിക്കുന്നതാണ്. സപ്ലിമെന്ററി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ഓൺലൈനായി സമർപ്പിക്കുന്നതിന് 24/11/2020 മുതൽ 27/11/2020 ഉച്ചയ്ക്ക് 1 മണി വരെ വെബ്സൈറ്റിൽ സൗകര്യം ലഭ്യമാക്കുന്നതാണ്. നിശ്ചിത സമയത്തിനകം ലഭ്യമാക്കുന്ന മാർക്ക് വിവരങ്ങൾ പരിഗണിച്ച് സപ്ലിമെന്ററി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. മേൽപ്പറഞ്ഞ പ്രകാരം വെബ്സൈറ്റ് വഴി യഥാസമയം യോഗ്യതാ പരീക്ഷയുടെ മാർക്കുകൾ രേഖപ്പെടുത്താത്ത വിദ്യാർത്ഥികളെ സപ്ലിമെന്ററി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതല്ല. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങളും നിങ്ങളുടെ +2 മാർക്ക് വിവരങ്ങളും എൻട്രൻസ് കമ്മീഷണറെ അറിയിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം കൂടി തരികയാണ് ഗവൺമെന്റ്. അതായത് നിങ്ങളുടെ +2 മാർക്കും യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങളും നിങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അതിനുള്ള വെബ്സൈറ്റ് അഡ്രസ് cee.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. 24 തീയതി മുതൽ 27 തീയതി വരെയാണ്. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചെയ്യാത്തവരൊന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.